വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ DNA റെപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ടെർമിനേഷനാണ് എടുക്കുന്നത്. സോ അതിന് മുന്നേയുള്ള 2 സ്റ്റേജ് ഇനീഷ്യേഷനും ഇലോങ്ങേഷനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെയുള്ള പ്രോകാരിയോട്ടിൻ്റെ റെപ്ലിക്കേഷനും ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഈ ഒരു ടെർമിനേഷൻ റിയാക്ഷനിലോട്ട് വരിക. അപ്പം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അതിന് മുന്നേ ജസ്റ്റ് ഞാൻ എല്ലാ ക്ലാസ്സിലും ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടാണ് തുടങ്ങാറ്. ആ ഒരു പ്രോസസ്സ് ഒന്ന് റിവൈൻഡ് ചെയ്താൽ നമ്മൾ DNA പോളിമറേസ് ആൽഫയൊക്കെ വന്ന് അതിന് ഒരു ഇനീഷ്യേഷൻ നടത്തി, പിന്നെ ഇലോങ്ങേഷന് കുറേ എൻസൈംസും ഫ്ലാപ്പ് മെത്തേഡും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യൂക്കാരിയോട്ടിക് DNA എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. അതിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒറിജിൻ റെപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടിമുട്ടി വരിക ചെയ്യാം. അങ്ങനെ റെപ്ലിക്കേഷൻ പല സ്ഥലങ്ങളിലും ഇനീഷ്യേഷൻ ഇലോങ്ങേഷൻ നടന്ന് ലാസ്റ്റ് ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യും. പക്ഷേ ആ ഒരു ടെർമിനേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതെന്താണ് ആ ഒരു പ്രോബ്ലം ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇനി ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആ 2 കാര്യം. ഒന്നാമത്തത് എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലവും ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ടീലോമിയർ. ടീലോമിയർ എന്ന് വെച്ചാൽ DNAയുടെ ടെർമിനൽ പൊസിഷന് പറയുന്ന പേരാണ് ടീലോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടീലോമിയർ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലോട്ട് പറയുന്നത്. സോ ക്ലാസ്സിലോട്ട് പോവാം. അപ്പം ഇതാണ് നമ്മളുടെ DNA ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. നീല കളറിലാണ് DNA ടെംപ്ലേറ്റ്, അതായത് റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്. അതിലേക്ക് എന്ത് നടത്തിയാണ് നമ്മൾ DNA റെപ്ലിക്കേഷൻ നടത്തി. ഇവിടെ ഗ്യാപ്പ് ഇല്ല കേട്ടോ, ഈ ഗ്യാപ്പ് ഫില്ലായതാണ്. ഓക്കെ, ആ ഗ്യാപ്പുള്ളത് ലിഗേസ് ഒക്കെ വന്ന് ഫില്ലാക്കി ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ന്യൂ DNA സിന്തസൈസ് ചെയ്തു. ഓക്കെ, ന്യൂ DNA ഒക്കെ സിന്തസൈസ് ചെയ്ത് നമ്മൾ ടെർമിനൽ പൊസിഷനിലേക്ക് എത്തി. പക്ഷേ നമ്മൾ എപ്പോഴും DNA പോളിമറേസ് ആൽഫ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ DNA പോളിമറേസ് എൻസൈം ആക്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ്? ആൽഫ അല്ലെങ്കിൽ ഡെൽറ്റ ആപ്സിലൺ ഒക്കെ ആക്ട് ചെയ്യുന്നത് 3' എൻഡിലാണ് അല്ലേ? 3' എൻഡിലാണ് ആക്ട് ചെയ്യുക. പക്ഷെ നമ്മൾ ഈ ഒരു റെപ്ലിക്കേഷൻ നടന്ന് ഒരു എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ 5' OH ഗ്രൂപ്പാണ് ഉള്ളത് അല്ലേ? 5' ആണുള്ളത്, 3' OH ഗ്രൂപ്പ് അവിടെ ഇല്ല. ഈ 3' ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിയാക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. സാധാരണ ഇപ്പോൾ ഒരു ഫ്രാഗ്മെന്റ് ഉണ്ട്, അതിൽ ഒക്കസാക്കി ഫ്രാഗ്മെന്റ് ആണെങ്കിൽ 3' എൻഡിൽ വന്നിട്ടാണ് നമ്മൾ പ്രൈമർ ആക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്യുക. പക്ഷെ ലാസ്റ്റ് ടെർമിനൽ പൊസിഷനിൽ എത്തിയാൽ ഇവിടെ ഇനി പ്രൈമർ ആഡ് ചെയ്യാൻ ടെംപ്ലേറ്റ് ഇല്ല അല്ലേ? 3' എൻഡും ഇല്ല. അപ്പോൾ 5' ആയതുകൊണ്ട് അവിടെ 3' ഇല്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ആ ഒരു ലാസ്റ്റ് ടെർമിനൽ റീജിയണിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ലാസ്റ്റ് റീജിയണിൽ ഗ്യാപ്പ് ഉണ്ടാകും, കാരണം അവിടെ 3' OH ഇല്ല. ഈ 3' OH ഉണ്ടെങ്കിൽ മാത്രമേ ആക്ടിവിറ്റി നടക്കുള്ളൂ. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു DNA എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ DNAയുടെ ഡീഗ്രഡേഷൻ നടക്കും. സോ അങ്ങനെ റെപ്ലിക്കേഷൻ നടന്ന് ഉണ്ടാകുന്ന ന്യൂ സ്ട്രാൻഡ്സിൻ്റെ ഒക്കെ ലെങ്ത് കുറഞ്ഞു വരും ഈ ഒരു എൻഡ് പ്രോബ്ലം കൊണ്ട്. സോ ഒരു എൻഡ് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യും? ഈ ഒരു ഗ്യാപ്പ് ഫില്ലാക്കണമെങ്കിൽ, അവിടെ പ്രൈമർ വന്ന് ആഡ് ചെയ്യണമെങ്കിൽ, ഇലോങ്ങേഷൻ നടന്ന് കംപ്ലീറ്റ് ആകണമെങ്കിൽ അവിടെ ഒരു 3' OH വേണം അല്ലേ? സോ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് ടീലോമറേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടീലോമറേസ് ഒരു റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. അതൊരു RNAയുടെ ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടുള്ള പ്രോട്ടീൻ ആണ്. TTAGGG അങ്ങനെ വേണമെങ്കിൽ പറയാം. റൈബോ ന്യൂക്ലിയോടൈഡ് പ്രോട്ടീൻ ആണ് നമ്മുടെ ടീലോമറേസ് എന്ന് പറയുന്ന എൻസൈം. സോ ഈ ഒരു ടീലോമറേസ് എൻസൈമിന് ഒരു ആക്ടിവിറ്റി ഉണ്ട്. നമ്മളുടെ ടെംപ്ലേറ്റ് DNAയിൽ, അതായത് ഈ ഒരു ബ്ലൂ കളർ, നമ്മൾ ഏതിൽ നിന്നാണോ പുതിയ DNA ഉണ്ടാക്കിയത് ആ ഒരു ടെംപ്ലേറ്റ് DNAയിൽ അതിൻ്റെ ടെർമിനൽ എൻഡ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആളാണ്. എബൌട്ട് ഒരു 6 ന്യൂക്ലിയോടൈഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ടീലോമറേസ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ന്യൂലി സിന്തസൈസ്ഡ് DNA അല്ല, നമ്മുടെ ടെംപ്ലേറ്റ് DNA ആണ്. അപ്പോൾ എന്തിനാ ഈ ടെംപ്ലേറ്റ് DNA എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് നമ്മുടെ ടീലോമറേസ് എൻസൈം നമ്മുടെ ടെംപ്ലേറ്റ് DNAയിൽ വന്നു. ടെംപ്ലേറ്റ് DNAയിൽ വന്നതിന് ശേഷം കുറച്ചൊരു എബൌട്ട് 6 ന്യൂക്ലിയോടൈഡ്സ് സിന്തസൈസ് ചെയ്തു. ഈ ഒരു സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ എന്തുണ്ട്, കുറച്ച് എക്സ്റ്റെൻഡ് ആയി അല്ലേ. ഇവിടെ ഒരു 3' എൻഡ് ഉണ്ടാവുമല്ലോ, ആ 3' എൻഡിൽ ആർക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും? 3' എൻഡ് അല്ലെങ്കിൽ 5' എൻഡിൽ ആ ഒരു പ്രൈമറിന് വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പുതിയ എൻഡിൽ പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ പ്രൈമറിൻ്റെ 3' OH ഇവിടെ കിട്ടി അല്ലേ. ഇവിടെ കുറച്ച് പോർഷൻ എക്സ്റ്റെൻഡ് ആയി, അവിടെ പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്തു. പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്താൽ ഇവിടെ 3' OH ഫ്രീ ആയിട്ട് കിട്ടി. ഓക്കെ, ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ടെലോമറേസ് എൻസൈം ചെയ്യുന്നത്. ഒരു പ്രൈമർ വന്നതിന് ശേഷം 3' OH ആക്കി, അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു, ടെർമിനേഷൻ ഗ്യാപ്പ് ഫിൽ ചെയ്തു. ഇനി പതിവ് പോലെ തന്നെ ഈ ഒരു പ്രൈമർ റിമൂവ് ആകുന്നു, ലിഗേസ് വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യും. സോ ഈ ഒരു എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം അവിടെ സോൾവ് ആയി. പക്ഷെങ്കിൽ ആ ഒരു ടീലോമിയർ ഇല്ലേ, നമ്മളുടെ പുതുതായി സിന്തസൈസ് ചെയ്ത DNA എൻഡ്, അതിനാണ് ടീലോമിയർ എന്ന് പറയുക. ടീലോമിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേറൊരു എൻസൈം സഹായിക്കുന്നുണ്ട്, അതാണ് ഷെൽട്ടറിൻ എന്ന് പറയുന്ന എൻസൈം. സോ എന്താണ് ഈ ഒരു ഷെൽട്ടറിൻ ചെയ്യുന്നത്? അതിന് മുന്നേ ഈ ഒരു ടീലോമറേസ് ഇല്ലേ, ഈ ടീലോമറേസ് എന്ന് പറയുന്നത് GC റിച്ച് റീജിയൻ ആണ്. ഈ ടീലോമറേസ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു 3' എൻഡ് കുറച്ചൊന്ന് വളയുക എന്ന് വെച്ചാൽ ഇതിങ്ങനെ വളഞ്ഞിട്ട് ഇവിടെ ഒരു T ലൂപ്പ് ഉണ്ടാക്കും എന്നാ പറയാം. നല്ല രീതിയിൽ വളയും. 3' എൻഡ് ക്യാൻ ഇൻവേഡ് ദ DNA duplex and form a T loop which protect the DNA telomere. എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു പോർഷൻ വളഞ്ഞിട്ടൊരു T ലൂപ്പ് ഉണ്ടാക്കും. T ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ആർക്കും ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ പ്രോട്ടീൻസ് സഹായിക്കുന്നുണ്ട്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ടീലോമറേസ് ആക്ടിവിറ്റി നടന്ന് ഇവിടെ ഒരു T ലൂപ്പ് ഉണ്ടാകുകയാണ്. ആ T ലൂപ്പ് എന്തിനാ? ഈ ഒരു DNA ഡുപ്ലക്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു T ലൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ T ലൂപ്പിനെ അതേപോലെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്ന ആളാണ് നമ്മുടെ ഷെൽട്ടറിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് T ലൂപ്പ്. ഈ ഒരു T ലൂപ്പ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന എന്താ, അവിടെ ഓവർഹാങ് ഉണ്ടാവുമല്ലോ. നമ്മുടെ ടീലോമിയർ എന്ന് പറയുന്നത് ഒരു ഗ്വാനിൻ റിച്ച് ആയിട്ടുള്ള ഓവർഹാങ്ങിങ് ആണ്. അബൌട്ട് ഒരു 12 to 500 ബേസ് പെയർ വരെ ലെങ്ത് ഉള്ള ഒരു റിച്ച് ഓവർഹാങ് ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് T ലൂപ്പ് ഫോം ചെയ്തിട്ട് ആ ഒരു എൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഒരു ടെർമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു T ലൂപ്പ് ഫോം ചെയ്താൽ പ്രൊട്ടക്ട് ചെയ്തു, അവിടെ ആ ഒരു റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ടെർമിനേഷൻ. ടീലോമറേസ് ആക്ടിവിറ്റിയാണ് മെയിൻലി പറയുന്നത്. സോ അതെന്ത് ചെയ്യാണ്, ടെംപ്ലേറ്റ് DNA എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ പ്രൈമർ വരുന്നു, 3' OH വരുന്നു, ദെൻ ആ ഒരു DNA പോളിമറൈസ് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് പോളിമറൈസേഷൻ നടക്കുന്നു, പ്രൈമറിനെ റിമൂവ് ചെയ്യുന്നു. ഈ ഒരു എൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടീലോമിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെൽട്ടറിൻ്റെ സഹായത്തോടെ ഒരു T ലൂപ്പ് ഉണ്ടാക്കുന്നു, സ്റ്റെബിലൈസ് ചെയ്യുന്നു. സോ ഇത്രയാണ് നമ്മൾ DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.